ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മനസ്സിലായി, കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന് മനസ്സിലായി. ഒരുപാട് പേര് കംപ്ലൈന്റ് തരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് കമന്റിൽ ആയിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നല്ല മടിയാണ്, അത്ര തന്നെ പറയുള്ളൂ. നല്ല മഴയൊക്കെയാണ്, അപ്പോൾ അതിനനുസരിച്ച് നല്ല മടിയാണ് വീഡിയോ എടുക്കാനും എല്ലാം. ഇപ്പം മീഷോന്ന് പർച്ചേസ് ചെയ്യാനും നോക്കിയിരിക്കാനും ഒക്കെ മടിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിർത്തൂല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. ഞാൻ നിർത്തൂല. എത്ര ഇനി മടി പിടിച്ചാലും ലോങ് ഡേയ്സ് കഴിഞ്ഞാലും ഞാനിത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഞാൻ ഒരുപാട് തവണ ഇട്ട വീഡിയോ തന്നെയാണ് വീണ്ടും ഇടുന്നത്. ബേബി ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, എത്ര എടുത്താലും നമുക്ക് ഒട്ടും തികയാത്തൊരു ഡ്രസ്സാണ് കുട്ടികളുടെ ഡ്രസ്സ്. കുട്ടികൾക്ക് എത്ര നമുക്ക് എടുക്കാം, അത് അതേപോലെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പെട്ടെന്ന് തീർന്ന് തുടങ്ങിയ പോലെ ഫീൽ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തോന്നിയ ഡ്രസ്സാണ് കുട്ടികൾക്ക് ഓർഡർ ചെയ്യാന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡെങ്കാരി സ്യൂട്ടാണ് കേട്ടോ. ഡെങ്കാരീസ് അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. നിങ്ങൾ ഒരുപാട് പേര് മീഷോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, അത് നേരിട്ട് കാണാൻ. ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ ഡെങ്കാരീസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇതാണ്, അൺബോക്സ് ചെയ്തതാണ്. പിന്നെയും ഞാൻ ഇതിൽ എന്തിനാണ് ഇടുന്നത്. ഇതാണ് ഡ്രസ്സ്. ഓക്കെ, സത്യം പറയാലോ, 2 കളറാണ് ഉള്ളത് ഇതിൻ്റെ. അത് ഒന്ന് ഈ കളറും ഒന്ന് ഗ്രേ കളറും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രേ കളറാണ് ഭംഗി, പക്ഷേ ഈ കളർ കുറച്ചും കൂടി റെയർ ആയതുകൊണ്ട് ഞാൻ ഈ കളർ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് ഗ്രേ ആണ്. ഗ്രേ ഇതിനെക്കാട്ടും ഭംഗി എനിക്ക് ഗ്രേ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഗ്രേ നമുക്ക് വേറെ ഡ്രസ്സുകൾ എടുക്കാമല്ലോ. ഈ ഒരു കളർ വല്ലാണ്ട് അങ്ങ് കാണാറില്ല, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ആ കളറാണ് ഇഷ്ടമെങ്കിൽ ആ കളർ എടുക്കാം. ക്വാളിറ്റി രണ്ടും ഈക്വൽ ആണെന്ന് തോന്നുന്നു. ഇതൊരു ഡെങ്കാരീസ് ആണ്, ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ടീഷർട്ട് വന്നിട്ട് ഇതാണ് ഇതിന്റെ ടീഷർട്ട് വന്നിട്ട്. പിന്നെ ഇതിക്ക് ഒരു കുഞ്ഞ ക്യാപ്പ്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഈ ക്യാപ്പും കൂടി കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഡെങ്കാരീസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എത്ര കാലം മുന്നേ ഉള്ള ഒരു മോഡലാണ് ഇതിന്റെ. ഒരുപാട് കാലമായിട്ട് ഈ ഡെങ്കാരീസ് ഇറങ്ങിയിട്ട് ഇപ്പം അത് ട്രെൻഡിങ്ങിലാണ്. ഏത് കാലത്തും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് മോഡൽ പോവോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ആർക്കും വേണ്ട. പിന്നെ സൈസാണ് നിങ്ങൾ എപ്പോഴും കറക്റ്റായിട്ട് വാങ്ങാൻ നോക്കുക. നിങ്ങളുടെ കുട്ടി കുറച്ചും കൂടി നല്ല തടിയുള്ള കുട്ടിയാണെങ്കിൽ ഒരു വയസ്സോ അല്ലെങ്കിൽ 6 മന്ത് കൂട്ടിയിട്ടോ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ആ പ്രായത്തിനുള്ള അതേ തടിയാണെങ്കിൽ ആ കറക്റ്റ് ഏജ് കൊടുക്കാം. ഇനി നല്ല ലോ ആണെങ്കിൽ നിങ്ങൾ ഏജ് കുറച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് സൈസ് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും കറക്റ്റ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 1-2 ഡ്രസ്സ് അങ്ങനെ റിട്ടേൺ ആയിട്ട് ഞാൻ സൈസ് ഇഷ്യൂവിൽ ഞാൻ റിട്ടേൺ അയച്ചിട്ടുള്ളൂ. ഇതൊക്കെ എനിക്ക് കാണും, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സൈസ് കറക്റ്റ് ആവുന്നു. പിന്നെ ഇട്ടതിന് ശേഷം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 188 ആണ്. ഫ്രീ ഡെലിവറി ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 1 to 2 ഇയേഴ്സ് ആണ്. 3 മന്ത് തൊട്ടിട്ട് 2 ഇയേഴ്സ് വരെ മാത്രമേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 3 മന്ത് തൊട്ടിട്ട് 3 മന്തിലും ഈ ക്യാപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. ഞാൻ എടുത്തിട്ടുള്ളത് ഗേൾസിനാണെങ്കിൽ ഇതൊരു ബോയ് ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഗേൾസിന് ഇടുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് എടുത്തതാണ്. ആക്ച്വലി ഇത് ബോയ്സിൻ്റെ ഡ്രസ്സാണ്. അപ്പം നിങ്ങൾക്ക് മോനാണെങ്കിൽ നിങ്ങൾക്ക് മോൻക്ക് ഇത് എടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോസിൽ ഒരുപാട് പേര് പറയാറുണ്ട് ബോയ്സിൻ്റെ ഡ്രസ്സ് അധികം ചെയ്യാറില്ല എന്ന്. എനിക്ക് മോളായതുകൊണ്ടാണ് ഞാൻ ഗേൾസിൻ്റെ ഡ്രസ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത്. മോൻ്റെ ഡ്രസ്സ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതലും ഗേളിൻ്റെ ഡ്രസ്സായിരിക്കാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിച്ചാൽ മതി എന്നല്ല, കൂടുതലും അത് പ്രതീക്ഷിച്ചാൽ മതി. ഇത് പോളി കോട്ടൺ ആണ്. പിന്നെ റൗണ്ട് നെക്ക് ആണ്, ഷോർട്ട് സ്ലീവ് ആണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ഒന്ന് കമന്റ് ബിലോ. ഞാൻ വാഷ് ചെയ്തിട്ടുള്ള ബേബീസിന്റെ ഡ്രസ്സ് മാത്രം വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ ചെയ്യാം കേട്ടോ. ഒരുപാട് ഡ്രസ്സിന്റെ റിവ്യൂ
വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. ഓക്കെ, നെക്സ്റ്റ് ഡ്രസ്സ് ആക്ച്വലി ഞാൻ മുന്നേ ഒരു ഡ്രസ്സ് ചെയ്തായിരുന്നു, ഒരു ഗ്രീൻ കളർ ഡ്രസ്സ്. അതിൻ്റെ ഒക്കെ ഒരു കളർ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ബോയ്സിൻ്റെ ഡ്രസ്സായിരുന്നു, ഇത് ഗേളിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പം അത് മാത്രമേ ഉള്ളൂ ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ മെറ്റീരിയൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് ഡ്രസ്സ്, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഡ്രസ്സ്. ഇത് ഗേളിൻ്റെ ഡ്രസ്സ് തന്നെയാണ്. അതിലേക്ക് ഷോർട്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയൽ ഇട്ട നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ള സൈസ് 1 to 2 years ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 194 ആണ് കേട്ടോ. ഡെലിവറി ചാർജ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ റൗണ്ട് നെക്ക് ആണ്, ഷോർട്ട് സ്ലീവ് ആണ്. പിന്നെ ഇതിൽ എന്താ എഴുതിയിട്ടുള്ളത്, മാമാസ് മിനി. ഈ ഡ്രസ്സിന്റെ സൈസ് 1 year തൊട്ടിട്ട് 14 years വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഡ്രസ്സ്. അപ്പൊ ഭയങ്കര നല്ല ഭംഗിയുണ്ട്. പെയറായിട്ടൊക്കെ ഇടണമെങ്കിൽ ഇടാം. രണ്ടാളും, അതായത് ചേച്ചിയും അനിയത്തിയും ഉള്ളവർക്കൊക്കെ പെയറായിട്ട് ഇടാം. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. വീട്ടിലായിട്ടും പുറത്തായിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സ്. ഫാബ്രിക് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു ഫാബ്രിക് ആണ്. പക്ഷെ അതിൽ വേറെ ഏതോ ഒരു ഫാബ്രിക് ആണ് എഴുതിയുള്ളത്. അപ്പൊ അതിനെ ഇതിൽ കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇതിനൊന്നും പറയാനില്ല. പിന്നെ ഇത് വാഷ് ചെയ്താൽ പോവെന്നുള്ളത് ഞാൻ വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ, ഒരു വാഷിലൊന്നും പോവത്തില്ല. എന്തായാലും 1 2 3 4 വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ റിവ്യൂ ചെയ്യണമെങ്കിൽ റിവ്യൂ ചെയ്യാം. അപ്പൊ അതും കമന്റിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഇത് വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ഒന്ന് അറിയിക്കുക. നെക്സ്റ്റ് ഡ്രസ്സാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഡ്രസ്സ് ഭയങ്കര രക്ഷയില്ലാത്ത ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതിന്റെ ട്രൗസർ കുറച്ചും കൂടി ഇലാസ്റ്റിക് കൂടുതലാണ്. ലൂസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കും കേട്ടോ. ഇത് എന്താ വെച്ചാൽ ഒരു വ്രിങ്കിൾ ഡിസൈനാ, കണ്ടില്ലേ? ഒരു ചുളിവൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? ഇതിലും അതുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ഒരു ജോർജറ്റ് മെറ്റീരിയൽ പോലെയൊക്കെ ഒരു റഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. എന്തായാലും വാഷ് ചെയ്യാനൊക്കെ സുഖമായിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇതിങ്ങനെ പെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. 3 month തൊട്ടിട്ട് 4 year വരെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ള 1 to 2 yearsന്റെ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 178 ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാതും ഞാൻ എടുത്തിട്ടുള്ള എല്ലാതും 200 below ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഡ്രസ്സും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് അത്രേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിച്ചാൽ മതി. അപ്പൊ തന്നെ റിപ്ലൈ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പിക്ചേഴ്സും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡ്രസ്സ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ്. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈന് നല്ല ഭംഗിയുണ്ട്. ഇത് ആക്ച്വലി എംബ്രോയിഡറി ആണ് കേട്ടോ ഈ വർക്കൊക്കെ. പിന്നെ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബട്ടൺസ് ആണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. പിന്നെ സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഒരു കോളർ, ഒരു സെമി കോളർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതും ഒരു വ്രിങ്കിൾ ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്, മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഒരു ചെറിയ ഷോർട്സ്, സ്കേർട്ട് പോലെ തോന്നിക്കുന്ന ഒരു ഷോർട്സ്, അതിലും ഇതേപോലെ ഒരു വർക്ക്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതേപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഡ്രസ്സ് അതിലും ഉണ്ട്, പോയി നോക്കട്ടെ. അത് സ്കേർട്ടാണ്, ഉള്ളിൽ ട്രൗസേഴ്സ് പോലെ ഫീൽ ചെയ്യുന്ന സ്കേർട്ട്. ഇതിൽ വെച്ചിട്ട് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ, 228 രൂപയാണ് ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ്. അതും 28 രൂപയെ കൂടിയിട്ടുള്ളൂ. ബാക്കി എല്ലാതും 200 ബിലോ ഉള്ള ഡ്രസ്സാണ്. 3 month തൊട്ടിട്ട് 4 year വരെയാണ് കേട്ടോ ഇതിന്റെ സൈസും അവൈലബിൾ ആയിട്ടുള്ളത്. 1 to 2 years വരെയുള്ള സൈസാണ്. കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ. കോട്ടൺ ബ്ലെൻഡ് ഉണ്ട്, പോളി കോട്ടനും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് രണ്ടും സെയിം മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഏതാണ് പോളി കോട്ടൺ, ഏതാണ് രണ്ടും കൂടി ഉള്ള ഡ്രസ്സാണ്, സെറ്റ് ആണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതും അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ചോദിക്കുക. എല്ലാ ഡ്രസ്സും ക്വാളിറ്റി വൈസും കാണാനും അടിപൊളിയാണ്. ഇനി എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാ.
ഓക്കെ, വീഡിയോസ് ലേറ്റ് ആയതിന് ഒരുപാട് സോറി പറയുന്നുണ്ട്. അതേപോലെ സബ്സ്ക്രൈബേഴ്സും വീഡിയോസ് ലേറ്റ് ആവുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സും കുറയുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇനി ലേറ്റ് ആവാതെ നോക്കാൻ ശ്രമിക്കാം. പിന്നെ എന്താ, അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. സ്കിപ്പ് ചെയ്തിട്ടാണ് മിക്ക ആൾക്കാരും കാണുന്നത്. ഡ്രസ്സും ലിങ്കും മാത്രം നോക്കിയിട്ട് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. പറയാനുള്ള മടി കാരണമൊന്നുമല്ല കേട്ടോ, ഞാൻ പറയും. എത്ര വട്ടം ചോദിച്ചാലും ഞാൻ പറയും. സോ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ നോക്കുക. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റിക്ക് വെച്ചാൽ അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇനി നെക്സ്റ്റ് വീഡിയോസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.